ജന്മഭൂമിയിൽ നിന്ന് വന്നിട്ടുള്ള ശ്രീ കുറുപ്പേട്ടൻ, ശ്രീ അരുൺ സലീഫ്, ഇവിടെ വിജയപുര പർവ്വമണ്ഡലം എന്നതിൻ്റെ പ്രസിഡന്റ് ശ്രീ പ്രദീപ് സാറ്, ഇതേയുള്ള സാറ് പറഞ്ഞു. ഞാൻ ഇവിടെ പഠിച്ചത് ഞാനിവിടെ വന്നപ്പോൾ സെയിം രാവിച്ചോട്ട് ഇരുന്നപ്പോഴത്തേക്ക് സാറിന് പട്ടയാല അനുഭവം പറയാം. 81 ഇവിടുന്ന് കടന്നു പോയ SLC ബാച്ചിലുള്ള ഈ സ്കൂളിൽ വലിയൊരു പാരമ്പര്യം. നിങ്ങൾക്ക് ഈ സ്കൂളിൽ പഠിക്കാൻ കഴിഞ്ഞതും നിങ്ങൾ ഇതേപോലെ ഭാഗ്യമുള്ളത് കുറേ കഴിയുമ്പോൾ എന്നെ പോലെയും സാറിനെ പോലെയും നിങ്ങളും ഇതുപോലെ വന്ന് അന്നത്തെ വിദ്യാർത്ഥികളെ അഭിമുഖീകരിക്കത്തക്കവണ്ണം കഴിയട്ടെ എന്നാണ് സാറ് നിങ്ങളോട്. ഇപ്പോൾ വായനയുടെ പ്രാധാന്യം സാറ് പറഞ്ഞു. നിങ്ങളൊക്കെ പത്രം വായിക്കാറുണ്ടെന്ന് സാർ ചോദിച്ചു. നിങ്ങളാലും പത്രം വായിക്കുന്നത് നല്ല പ്രധാനപ്പെട്ട നമുക്ക് വിദ്യാഭ്യാസപരമായ കാര്യങ്ങളോ അല്ലെങ്കിൽ പൊതുവായ കാര്യങ്ങളോ നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി വയ്ക്കാറുണ്ട്. ഇന്നത്തെ പത്രം വായിച്ചപ്പോൾ വിദ്യാഭ്യാസപരമായ അല്ലെങ്കിൽ നമ്മുടെ ഓർമ്മയിൽ നിൽക്കേണ്ടതുമായ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ഒരു നോട്ട്ബുക്കിലോ ഒരു ഡയറിയിലോ നമ്മളൊന്ന് കുറിച്ച് വയ്ക്കും അല്ലേ. ആ കുറിച്ച് വയ്ക്കുന്നത് എപ്പോഴും നമുക്ക് നല്ലതാണ്. പിന്നീടൊന്നും എടുത്തു വെച്ച് മറിക്കുമ്പോൾ നമുക്ക് ആ കാര്യങ്ങൾ ഓർമ്മ വരും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇന്ത്യൻ സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് പോലും തയ്യാറെടുക്കുന്നവർ അവരുടെ പരന്ന വായനാശീലമാണ്. പോലീസുകാരും കളക്ടർമാരുമായിട്ടൊക്കെ നമ്മുടെ മുന്നിൽ വരുന്നവർ. അവരുടെ ഈ പരന്ന വായനയാണ് അവർക്ക് ആ പരീക്ഷ പാസ്സാകുവാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി. പത്രത്തിൽ ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോൾ ഇവിടെ ജന്മഭൂമി പത്രം വിദ്യാഭ്യാസ കാര്യങ്ങളുണ്ട്, പൊതുകാര്യങ്ങളുണ്ട്. മറ്റൊന്ന് ജന്മഭൂമിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാഷ്ട്രത്തെ സംബന്ധിച്ച് ദേശീയതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ജന്മഭൂമിയിൽ ഭാരതത്തിന് വലിയൊരു പാരമ്പര്യമുണ്ട്, ഒരു ചരിത്രമുണ്ട്. ആ പാരമ്പര്യവും ചരിത്രമെല്ലാം വിദ്യാഭ്യാസ കാര്യങ്ങൾ പറയുന്നതോടൊപ്പം തന്നെ പൊതുകാര്യങ്ങൾ പറയുന്നതോടൊപ്പം തന്നെ അതിനും പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു പേജ്. അപ്പോൾ നമ്മുടെ പഴയകാല ചരിത്രങ്ങളും നമ്മുടെ പൂർവികരെ സംബന്ധിച്ച് അവർ നമ്മുടെ രാജ്യത്തിന് നൽകിയ സംഭാവനകളെക്കുറിച്ച് ഒക്കെ വളരെ കൃത്യമായിട്ടും അതുകൊണ്ട് തന്നെ പത്രം ശീലമാക്കണം. ഇത്തവണ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് തന്നെ നിങ്ങൾക്ക് പത്രപാരായണത്തിന് വേണ്ടി പ്രത്യേകം സമയം പറഞ്ഞിട്ടുണ്ട് അല്ല. ഈ മാർക്കും ആ അടിസ്ഥാനത്തിലാകുമെന്ന് പറഞ്ഞു. LPSC വാല്യുവേഷൻ്റെ മാർക്ക് അതിലൊരു ഘടകം വായനയാണ്, പത്രവായനയാണ്. അപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് പത്രം വായിക്കണം. ആ പത്രവായനയുടെ വലിയ അറിവുകൾ നേടണം. ആ അറിവുകളിലൂടെ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടങ്ങളിലേക്ക് കടന്നു പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ പത്രത്തിൻ്റെ വിലനിർത്താൻ